ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ഇതൊക്കെ? ചതിയാണ്, എല്ലാം ചതിയാണ്. ഗാഥ, തനിക്കറിയോ, താൻ എടുത്തോണ്ടിരിക്കുന്ന ഈ വ്രതവും പൂജയൊക്കെ കളരിക്കൽ കുടുംബത്തിനും എനിക്കുള്ള ഐശ്വര്യത്തിനും വേണ്ടിയല്ല. ഈ കുടുംബത്തിന് കാലാകാലങ്ങളായിട്ട് ഒരു ശാപമുണ്ട്. മുത്തശ്ശി അച്ഛനൊക്കെ മറച്ചു വെക്കുന്ന ഒരു ശാപം. ഈ തറവാട്ടിലേക്ക് വിവാഹം കഴിച്ചെത്തുന്ന ഒരു പെണ്ണും ദീർഘനാൾ ജീവിച്ചിട്ടില്ല. അത്രയും കടുത്ത നാഗശാപത്തിന് പ്രതിവിധി ചെയ്യാന് തന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്രതമെടുത്ത് സർപ്പബലിക്ക് തന്നെ കൊണ്ടുപോയി ഇരുത്തുന്നത് ജീവിപ്പിക്കാനൊന്നുമല്ല, കൊല്ലാനാ, കൊല്ലാൻ. അറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. പക്ഷെ എല്ലാം അറിഞ്ഞിട്ടും ഈ ചതിക്ക് കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവത്തില്ല. ഈ പൂജ വേണ്ട, ഇത് പൂർത്തിയാക്കണ്ട. ഇവിടെ ഒരു സർപ്പബലി നടക്കണ്ട. ശാപം നവീൻ അറിയാൻ വൈകി കാണും. പക്ഷേ എനിക്ക് അറിയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാനിതിന് തയ്യാറായ. കഥ എന്താ താൻ പറഞ്ഞ്? എല്ലാം അറിഞ്ഞിട്ടോ? മരണത്തിന്റെ മുന്നിലേക്കാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടോ? അതെ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞു കഥ? ഒരു നിമിഷമെങ്കിലും താൻ എന്നെ ഓർത്തോ? തന്നോടുള്ള സ്നേഹം ഓർത്തോ? നവീൻ, ഒരാളെ കുറിച്ചല്ല, ഒരു തറവാടിനെ കുറിച്ചാ ഞാൻ ചിന്തിച്ചേ. ഇത് ഈ തറവാടിനെ ബാധിച്ച ശാപമാണ്. എന്റെ മരണം കൊണ്ട് എന്നേക്കുമായി അതിന് പരിഹാരം ഉണ്ടാവെങ്കിൽ ഉണ്ടാവട്ടെ. ഇനിയുള്ളവരെങ്കിലും ശാപത്തിന്റെ ഭയമില്ലാതെ ജീവിക്കുമല്ലോ. ഞാൻ തന്നെ മരണത്തിന് വിട്ടുകൊടുക്കണമല്ലേ? തന്നെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ കഥ? ഞാൻ പറഞ്ഞിട്ടില്ലേ തൻ്റെ അടുത്ത്, വെട്ടിപ്പിടിക്കാനുള്ളത് മാത്രമാണ് ജീവിതം എന്ന് വിശ്വസിച്ച് എനിക്ക് വിട്ടുകൊടുക്കാനും അതിന്റെ പേരിൽ നേടുന്ന സന്തോഷമൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്താണെന്ന് പഠിപ്പിച്ച പെണ്ണ നീ. എനിക്കൊരു നിമിഷം പോലും തന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. താൻ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ലേ? എന്റെ കൂടെ മരണം വരെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലേ? പറയേ, മനസ്സിന്റെ ഉള്ളിൽ തട്ടി നവീനെ സ്നേഹിച്ചിട്ടുണ്ടോ താൻ? ഉണ്ടോ? നവീൻ, അതാ കൃഷ്ണ